പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് പേരാമ്പ്രയിൽ വൻ സ്വീകരണം. വടകര റോഡ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച സ്വീകരണ പരിപാടി ചെമ്പ്ര റോഡ് ജംഗ്ഷനിലെ ഗ്രൗണ്ടിൽ സമാപിച്ചു. കാണിച്ച ദാർഢ്യവും മുൻ MLA ധാരകൻ അബ്ദുള്ള സാഹിബ് നമ്മുടെ അഭിമുഖത്തിൽ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പ്രിയപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ നായകൻ കടന്നു വരികയാണ്. പേരാമ്പ്രയുടെ ചുവപ്പ് മാറ്റി സുവർണ കളറായി പേരാമ്പ്ര മാറുക മാത്രമല്ല, നമ്മുടെ പേരാമ്പ്ര ഒരു UDFന്റെ MLA വാഗ്ദാനം ചെയ്യുന്ന ഒരു നിമിഷം കൂടിയാണ്. അരിക്കുളത്ത് കൂടിയോ, കൊറയൂര് തിരിച്ചു പിടിച്ചോ, 25 കൊല്ലം കഴിഞ്ഞു പിടിച്ചോ, ചങ്ങരോത്ത് തിരിച്ചു പിടിച്ചോ, യൂത്താലി തിരിച്ചു പിടിച്ചോ, പേരാമ്പ്ര തിരിച്ചു പിടിച്ചോ, പ്രതിപക്ഷ നേതാവിന് വാക്ക് കൊടുക്കുന്നു. പേരാമ്പ്രയിൽ UDFന്റെ MLA ഉണ്ടാകും. നെഞ്ചിൽ കൈവച്ച വാക്കല്ലോ. നടന്നതിൽ മികച്ചതെന്ന് പറഞ്ഞാൽ ലോട്ടറി അടിക്കുന്ന പോലെ പിന്നെ അവന്റെ പേരിൽ ഫണ്ട് പേര് അടിച്ചു മാറ്റി അത് ചോദ്യം ചെയ്ത ഒരു ഉത്തമനായ കമ്മ്യൂണിസ്റ്റിനെ പുറത്താക്കി. ഞാൻ ഞെട്ടിപ്പോയി. കാരണം അയ്യപ്പന്റെ സ്വർണം കവർന്നു എന്ന് മാത്രമല്ല, അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം ഒരു കോടീശ്വരന് കൊണ്ടുപോയി വിറ്റു CPM നേതാക്കൾ. കോടീശ്വരനെ പറ്റിച്ചു, കള്ള മുതലാന്ന് പറഞ്ഞില്ലായിരുന്നു. എന്നിട്ട് സ്വർണവും മോഷ്ടിച്ചു 3 CPM നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ്. അവർക്കെതിരെ നടപടിയില്ല. രക്തസാക്ഷി ഫണ്ട് മോഷ്ടിച്ചുവെന്ന് പറഞ്ഞ നല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പുറത്ത് എന്തൊരു വൈരുദ്ധ്യമാണ്. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഇതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വൈരുദ്ധ്യാത്മക ഭൗതികമാണ്. എന്ത് കമ്മ്യൂണിസ്റ്റാണ്? അഭിമന്യുവിന്റെ രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് അടിച്ചു മാറ്റി. തിരുവനന്തപുരത്ത് വിഷ്ണു സംഘപരിവാർകാരി വന്ന രക്തസാക്ഷി, അതും അടിച്ചു മാറ്റി. ഞാൻ 5-ാം തീയതി തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് പുറപ്പെടുമ്പോൾ CPM-ന് വേണ്ടി രക്തസാക്ഷിയായ വിഷ്ണുവിന്റെ കുടുംബം കോൺഗ്രസിൽ അംഗത്വമെടുത്ത് ചേർന്നു. രക്തസാക്ഷികളുടെ കുടുംബം പോലും വെറുക്കുന്ന പാർട്ടിയായി ഈ പിണറായി വിജയന്റെ പാർട്ടി കേരളത്തിൽ മാറി. നിങ്ങളോട് ഞാൻ പറയുന്നു, നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കാണുന്നു. ഒരു യുദ്ധത്തിലും പരാജയപ്പെടില്ല എന്ന് ഉറപ്പ് നൽകുന്ന ഒരു പരിപാടിയാണ് പേരാമ്പ്രയിൽ നടക്കുന്നത്. ഇനി ഞാൻ വിനയപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നു, ഈ പുതുയുഗയാത്രയ്ക്ക് പേരാമ്പ്രയിൽ നിന്ന് നൽകുന്നത് ഡബിൾ എനർജിയാണ്. ഇതൊരു വലിയ പ്രഖ്യാപനമാണ്. നമ്മുടെ UDF വെറും UDF അല്ല, ഈ UDF 100-ലധികം സീറ്റുമായി കേരളത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചു. നമ്മൾ ഈ ദുർഭരണത്തിന് അന്ത്യം കുറിക്കും. ഒരു പുതുയുഗത്തിന് നമ്മൾ തുടക്കമിടും. പുതുയുഗത്തിന് മാറ്റമാണ് കേരളത്തിൽ, മാറ്റം. അടുത്ത മാസം പിണറായി വിജയൻ ഈ ഭരണത്തോട് സലാം പറഞ്ഞു പോകും. പക്ഷേ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത നമ്മുടെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് പോകുന്നത്. നമ്മുടെ ചരിത്രത്തിൽ ഇല്ലാത്ത വണ്ണം കേരളത്തെ കടത്തിയിലേക്ക്, കാണാക്കയത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയിട്ടാണ് പോകുന്നത്. പക്ഷെ നമ്മൾ ഈ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും.